ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് 56. നമ്മളിന്ന് നോക്കുന്നത് രുദ്രൻ്റെ ആയുധമായ ത്രിശൂലത്തെ പറ്റിയാണ്. ത്രിശൂലം നമുക്കറിയാം, അതിന് കുത്താൻ വേണ്ടിയുള്ള 3 ഷാർപ്പ് എഡ്ജസ് ഉണ്ട്. അതിൻ്റെ നടുവിലേത്തെ കുറച്ച് വലുതാണ്. അതേസമയം വേറൊരു രൂപത്തിൽ കഥയിൽ പറയുമ്പോൾ 3 കണ്ണുകളുണ്ട് രുദ്രന്. 2 സാധാരണ കണ്ണും ഒന്നൊരു സ്പെഷ്യൽ കണ്ണുണ്ട് നെറ്റീൻ്റെ നടുവിൽ. തൃക്കണ്ണ് എന്ന് പറയും. അത് തുറന്നു കഴിഞ്ഞാൽ ലോകം നശിക്കും. നശിക്കുന്നു പറഞ്ഞാൽ ഇതെല്ലാം മനുഷ്യന് ദോഷം ചെയ്യുന്ന സംഗതികളാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ അതേസമയം തന്നെ അത് മനുഷ്യന് ഗുണവും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നെല്ലാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു സൂക്തത്തിലേക്ക് വരാം. അത് ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 33-10 അതെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 33-10. അർഹൻ വിഭർഷി സായകാനി തന്വാർഹൻ നിഷ്ടകം യജതം വിശ്വരൂപം അഹർനിതം യസേ വിശ്വമഭ്യം നവാ ഓജിയോരോസ്തുതസ്തി. രുദ്രന്റെ അമ്പും വില്ലും നമുക്ക് രക്ഷയ്ക്കായി തീരട്ടെ. രുദ്രന്റെ പലവിധമായ അമ്പും വില്ലും നമ്മുടെ രക്ഷകരായി തീരുന്നു. രുദ്രന് പലവിധ അമ്പും വില്ലും എന്നാണ് നമുക്ക് പ്രയോഗിക്കുന്നത്, തൊടുത്തുവിടുന്നത്. അത് നമ്മളെ രക്ഷകരായിട്ട് തീരുന്നു. നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാമെന്നും പറയുകയാണ്. രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റമാണെന്നറിയാം. ആറ്റത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമുക്ക് ദോഷമായി തീരുന്ന എന്തെല്ലാമാണ്? 3 തരം മൂർച്ഛങ്ങളാണ് ആറ്റത്തിൽ നിന്ന് വരുന്നത്. ഒന്ന്, ഇലക്ട്രോണാണ് പുറത്തേക്ക് വരുന്നത്. ആ ഇലക്ട്രോണിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എനർജിയാണ് നമ്മൾ ഫ്ലോ ചെയ്യുമ്പോൾ വൈദ്യുതി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഇങ്ങനെ ശക്തി ഉപയോഗിച്ചിട്ട് ഫ്ലോ ചെയ്യും. അതിനാണ് വൈദ്യുതി എന്ന് പറയുന്നത്. ഈ വൈദ്യുതി ദോഷമാണോ എന്നൊരു ആയുധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ ചത്തുപോകും. അതുകൊണ്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് 110 ഇത്രയും kVA നല്ല എഴുതി വെച്ചിരിക്കാം. ഡേഞ്ചറസ് ഹൈ വോൾട്ടേജ് നല്ല എഴുതി വെച്ചിരിക്കും. എല്ലും തലയെല്ലാം വരച്ചിരിക്കും. അപ്പോൾ വൈദ്യുതി എന്ന് പറയുന്നത് രുദ്രനെ അറ്റാക്ക് ചെയ്യാൻ, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഗതി തന്നെയാണ്. പക്ഷേ അതേസമയം നമ്മളതിൻ്റെ രക്ഷകരായി തീരുന്നുണ്ട് എന്നാണ്. നമ്മുടെ രക്ഷകരായി തീരുന്നു. നമ്മളെ വൈദ്യുതി ഇല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ രുദ്രനിൽ നിന്ന് വരുന്ന ഒരായുധം, ഒരു കണ്ണ്, ഇലയെ ത്രിശൂലത്തിലെ സൈഡിലുള്ള ഒന്ന് ഈ വൈദ്യുതിയാണ്. അത് ഡേഞ്ചറസ് തന്നെയാണ്. എത്രയോ ആളത് തട്ടി മരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അത് നമ്മളെ രക്ഷകരായിട്ട് തീരുന്നുണ്ട്. അതില്ലാതെ നമുക്കിന്ന് ജീവിക്കാൻ പറ്റില്ല. അതാണ് ഒരെനർജി. പല വിധത്തിലുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ തൊടുത്ത് വിടുന്ന അമ്പും വില്ലും എന്താണ്? ഓർബിറ്റൽ എനർജി. ഈ ഓർബിറ്റിന് പല ഓർബിറ്റുണ്ട്. പല ഓർബിറ്റിലുള്ള എനർജി വ്യത്യസ്തമാണ്. ഒരു ഇലക്ട്രോൺ ഏത് ഓർബിറ്റിൽ നിന്നാണോ വരുന്നത് അതിനനുസരിച്ച് അതിൻ്റെ എനർജിയിലും വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ഓരോ ഓർബിറ്റിൽ നിന്ന് വേറൊന്നിലേക്ക് ഇലക്ട്രോണ് ജമ്പ് ചെയ്യുമ്പം എനർജി നമുക്ക് പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഓർബിറ്റൽ എനർജിയും പ്രധാനമാണ്. ഒന്ന് ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട എനർജിയാണ്. രണ്ടാമത്തത് ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട എനർജിയാണ്. ഈ എനർജി വൈദ്യുതിയിലൂടെ മാത്രമല്ല നമുക്ക് കിട്ടുന്നത്. കത്തുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ആയിട്ട് ഇറങ്ങി വരുന്ന ഇലക്ട്രോണാണ് നമുക്ക് ഊർജം പുറത്തേക്ക് തരുന്നത്. അവിടെ കത്തിച്ചാൽ കിട്ടുന്ന ഊർജവും ഇലക്ട്രോൺ തന്നെയാണ് പുറത്തേക്ക് വിടുന്നത്. ഇടിമിന്നലിലൂടെ അവിടെ ചാർജുകൾ യോജിക്കുമ്പോഴും എത്രയോ എനർജി പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഈ 2 കണ്ണ്, ഒന്ന് ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, ഒന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ എനർജി. അപ്പോൾ ഇലക്ട്രോണായി ബന്ധപ്പെട്ടതും രണ്ടാമത് ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട 2 തരം എനർജിയുണ്ട്. അതാണ് 2 കണ്ണുകൾ. അത് പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ 2
രുദ്രൻ്റെ 2 കണ്ണുകളായിട്ട് ചിത്രീകരിക്കും. പിന്നെയുള്ള മൂന്നാമത്തതാണ് ന്യൂക്ലിയർ എനർജി നെറ്റിയിലുള്ളത്. അത് തുറന്നു കഴിഞ്ഞാൽ എല്ലാം ഭസ്മമായി പോകും. അത് ഏറ്റവും ഡേഞ്ചറസ് ആണ്. അത് തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ എല്ലാം ഭസ്മമായി പോകും. പക്ഷെ വേറൊരു പ്രത്യേകതയുണ്ട്. അതിനെ നമ്മൾ മെരുക്കിയെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുതി എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതാണ് ത്രിശൂലത്തിൻ്റെ നടുവിലുള്ള ശൂലം. അല്ലെ കണ്ണുകളെ വെച്ച് പറയുകയാണെങ്കിൽ അത് തൃക്കണ്ണായിട്ട് കാണണം. പാറ്റത്തിൻ്റെ അകത്തുള്ള 3 എനർജീനെ ഇവിടെ പലതും വേറെയും വരുന്നുണ്ട്. ന്യൂക്ലിയസ് നിന്ന് വരുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എല്ലാം ഉണ്ടല്ലോ, അതിൽ നിന്ന് നല്ല എനർജി വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഹാംഫുള്ളാണ്. അതുകൊണ്ട് ഇതെല്ലാം ഉപയോഗിക്കുന്ന സ്ഥലത്ത് എഴുതി വെക്കും ഡേഞ്ചറസ്. ഇലക്ട്രിസിറ്റിയിൽ എഴുതി വെക്കും. റേഡിയോ ആക്റ്റീവ് ക്യാൻസറിനെല്ലാം ചികിത്സിക്കുന്നിടത്ത് പുറത്തേക്ക് എഴുതി വെക്കും. ഇവിടെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കിടക്കുന്നുണ്ട്. എക്സ്റേ എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പം എല്ലായിടത്തും എല്ലാം എഴുതി വെക്കും ഡേഞ്ചറസ്. അപ്പോൾ രുദ്രൻ്റെ ആയുധങ്ങൾ തന്നെയാണ്. അതേസമയം നമ്മളെ അത് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 33 4ഉം 5ഉം എന്ത് പറയാമെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 33 4ഉം 5. മാത്വാരുദ്ര അക്രുധാമ നമോഭിർമാ ദുഷ്ടതി വൃഷഭമാസഹൂതി പുന്നോ വീരാം അർപ്പയ ഭേഷേജഭിർ ഭിഷക്തമം ത്വാഭിഷജാം ശൃണോമി കവീമഭിർഹവയേയോ കവിർഭീരവ സ്തോമേഭിരുദ്രം പിഷീയാം ഹൃദോദര സുഹവോ മനോ അസ്യൈ ബഭൂവോ ശുശിപ്രോരിരധന്മനായൈ. നമ്മുടെ ദോഷയുക്തമായ സ്തുതികളിൽ രുദ്രൻ കോപിക്കരുതേ. രുദ്രൻ്റെ കോപത്തെ ഞാൻ സ്തുതികളാൽ ശാന്തമാക്കും. ഇവിടെ പറയുന്നു, നമ്മളെ ദോഷയുക്തമായ സ്തുതികളിൽ നീ കോപിക്കരുത്. നമ്മൾ ഇലക്ട്രിസിറ്റിനെ ശരിയായ നിലയിൽ ദോഷയുക്തമായ സ്തുതികളിൽ നീ കോപിക്കരുത്. അപ്പം നമ്മൾ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള വൈദ്യുതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഹാംഫുള്ളായി തീരും. എന്നാൽ ദോഷം ഒഴിവാക്കുന്ന തരത്തിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യരുത്, നമ്മളെ ദ്രോഹിക്കരുത്. അപ്പം വൈദ്യുതി ഡേഞ്ചറസ് ആണ്. പക്ഷെ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ദോഷരഹിതമായിട്ട് കോപ്പർ ഇൻസുലേറ്റഡ് വയർ അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് വയറെല്ലാം ഉപയോഗിച്ച് പിടിക്കുമ്പോൾ നമ്മൾ കയ്യിൽ കറണ്ട് കടക്കാത്ത സാധനങ്ങളെല്ലാം ഗ്ലൗസ് എല്ലാം ധരിച്ചിട്ട് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഉപദ്രവിക്കരുതേ എന്ന് പറയുകയാണ്. അതായത് നമ്മൾ സയൻസിൻ്റെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷം വരാത്ത തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉപദ്രവം ചെയ്യരുതേ എന്ന് പറയാണ്. പക്ഷേ ദോഷം ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല അത് ഉപദ്രവം ചെയ്യും. കാരണം കയറിയിട്ട് ഇലക്ട്രിസിറ്റി വയറിലങ്ങ് കയറി പിടിച്ചാലോ നമ്മളെ കാര്യം പോക്ക തന്നെയാണ്. ആ രുദ്രൻ്റെ കോപത്തെ ഞാൻ സ്തുതികളാൽ ശാന്തമാക്കും. ആ രുദ്രൻ്റെ കോപത്തെ ഞാൻ സ്തുതികളാൽ ശാന്തമാക്കും. സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്ര വേദ തത്വങ്ങൾ, വേദത്തിൽ പറയുന്ന സയൻസ് തത്വങ്ങൾ, അല്ലെങ്കിൽ ആധുനിക സയൻസ് പറയുന്ന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രുദ്രൻ്റെ ദോഷങ്ങളല്ല, ഇലക്ട്രിസിറ്റിക്ക് എന്ത് ദോഷമുണ്ടെങ്കിലും, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന് എന്ത് ദോഷമുണ്ടെങ്കിൽ, എക്സ്റേക്ക് എന്ത് ദോഷമുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് തരും, ശാന്തമാക്കാൻ നമുക്ക് പറ്റും. എന്ത് ചെയ്താൽ മതി, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രുദ്രൻ്റെ കോപം നമ്മൾ ശാന്തമാക്കും. അങ്ങനെ ശാന്തമാക്കിയിട്ട് തന്നെയാണ് ന്യൂക്ലിയർ എനർജി പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 33 3 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 2 സൂക്തം 33 3. സ്രോഷ്ടോ ജാതസ്യ രുദ്രാഷിയാസിത്തവസ്തവസാം വജ്രബാഹോ പർഷിണ പാരമഹംസ സ്വസ്തി വിശ്വാ അഭീതി രപസോ യുയോധി. രുദ്രൻ്റെ ഭുജങ്ങളിൽ വജ്രം സ്ഥിതി ചെയ്യുന്നു.
അത് വൃദ്ധിയെ പ്രാപിച്ച് ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. രുദ്രന്റെ ഭുജങ്ങളിൽ വജ്രമുണ്ട്. രുദ്രന്റെ കയ്യിൽ വജ്രമുണ്ട് എന്ന് പറഞ്ഞാൽ, വജ്രം എന്ന് പറഞ്ഞാൽ ഏതിനെയും കട്ട് ചെയ്യാൻ പറ്റുന്ന ഹാർഡായ മെറ്റീരിയലിനാണ് വജ്രം എന്ന് പറയുന്നത്. പക്ഷെ വജ്രം തോൽക്കുന്നിടത്ത് രുദ്രന്റെ കൈമേലുള്ള ഈ ആയുധം പ്രയോഗിക്കാൻ പറ്റും. കാരണം ചിലതൊന്നും വജ്രം കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ആധുനിക ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് എക്സ്റേ വെച്ചും പലതരം റേസ് ഉപയോഗിച്ചുകൊണ്ടും വൈദ്യുതി തന്നെ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ പലതിനെയെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. ചില മെഷീനെല്ലാം ഉപയോഗിച്ചിട്ട് ഇരുമ്പിനെയെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. വജ്രം കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റാത്തത് പോലും നമ്മൾ വൈദ്യുതി കൊണ്ട് കട്ട് ചെയ്യും. പിന്നെ ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം തവിട്ട് പൊടിയായി, പിന്നെ ഒന്നുമില്ല. അതൊന്നും വജ്രം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം വജ്രത്തിലും ഹാർഡായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയും ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂക്ലിയർ എനർജി എല്ലാമാണ്. കാരണം അതേസമയം ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറും, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറും, എക്സ്റേ നമ്മളെ ശരീരത്തിലേക്ക് തുളച്ചു കയറും. വജ്രം എങ്ങനെയെല്ലാം ആണോ ഹാർഡായിട്ട് തുളച്ച് കയറുന്നത്, അതിനെക്കാട്ടി എളുപ്പത്തിൽ ഈ സംഗതി തുളച്ച് കയറും. ന്യൂക്ലിയർ ബോംബാണെങ്കിൽ തുളച്ച് കയറിയാൽ മാത്രമല്ല എല്ലാത്തിനെയും ഉരുക്കിക്കളയുകയും ചെയ്യും. അപ്പോൾ ഭുജങ്ങളിൽ വജ്രമുണ്ട് എന്ന് പറയുമ്പോൾ വജ്രസമാനമായ ഹാർഡായിട്ടുള്ള ആയുധം ആറ്റത്തിൽ ഉണ്ട്, രുദ്രൻ്റെ കൈമലുണ്ട്. അതുപയോഗിച്ചിട്ട് നമുക്ക് എന്തും കട്ട് ചെയ്യാം. ഇപ്പം നമ്മളെ എന്ത് പറയുന്നു, അത് വൃദ്ധി പ്രാപിച്ച് നമ്മളുടെ പാപം അകറ്റുന്നു. വൃദ്ധി പ്രാപിച്ച് അതിനെ ശരിയായ തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ പാപം അകറ്റും. നമ്മളെ ശരീരത്തിൽ ഒരു ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ പണ്ട് കത്തിയെടുത്ത് ഇങ്ങനെ കീറി വേർപെടുത്തി അതിൽ ഓപ്പറേറ്റ് ചെയ്ത് കളയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉപകരണങ്ങളുണ്ട്. പെണ്ണുമാരിയുള്ള സാധനങ്ങൾ കടത്തി വിട്ടിട്ട് ആ സ്ഥലത്തെത്തിയിട്ട് കരിച്ച് കളയാം. അവിടെ നിന്ന് മാത്രം കട്ട് ചെയ്ത് കളയാം, പുറത്തൊന്നും ഒരു കുഴപ്പമില്ല. അപ്പാട് തന്നെ എണീച്ച് പോകാം. ഇതെല്ലാം ഇതിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ആറ്റത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന ഊർജത്തിൻ്റെ പ്രത്യേകത. ആറ്റത്തിൻ്റെ അകത്തുള്ള രുദ്രൻ്റെ വജ്രായുധങ്ങൾ, അത് 3 തൃക്കണ്ണായിട്ട് കഥയിൽ പറയും, അല്ലെങ്കിൽ ഒരു ശൂലമായിട്ട് തൃശൂലമായിട്ട് പറയും. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ആ ഒരു രൂപത്തിലെല്ലാം വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ശിവൻ എന്നൊരു വ്യക്തി ഇങ്ങനെ ശൂലവും പിടിച്ച് നടക്കുന്നൊന്നുമില്ല. ഈ ആറ്റത്തിൻ്റെ അകത്തുള്ള സംഗതികളാണ് തൃശൂലമായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നത് ഒരു ആറ്റത്തിൻ്റെ കൈമിൽ. അതുകൊണ്ട് പടത്തിൽ വരുമ്പോൾ കഥയിൽ കഥാപാത്രങ്ങളല്ലേ. അപ്പോൾ ശിവൻ ഇങ്ങനെയെല്ലാം വരക്കും, 3 തൃക്കണ്ണെല്ലാം വെക്കും, കൈമിലൊരു തൃശൂലമുണ്ട് കുത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെയെല്ലാം കഥാരൂപത്തിൽ അവതരിപ്പിക്കുക. അത് കവിയുടെ ഭാവനകൾ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധാരണക്കാരന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പം പറയുന്നത് തന്നെ കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം പഠിച്ചവർക്കേ പെട്ടെന്ന് ഈ സംഗതികൾ ഉപയോഗിക്കും. അല്ലാതെ സയൻസൊന്നും അറിയാതാക്ക് ഇവനെന്തെന്നാ ഈ പറയുന്നു എന്നെല്ലാം തോന്നും. പക്ഷേ ഈ കഥ ശിവൻ്റെ കൈമേലൊരു ആയുധമുണ്ട്, ആ 3 എണ്ണം, ആ 3 അതിന് കുത്താൻ പറ്റിയ 3 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാവും. ശരിയാണ്. ആർക്കും ഒരു കൊച്ചുകുട്ടിക്കും മരോ ശിവൻ്റെ കൈമേൽ 3 കമ്പുള്ള സാധനം കൊണ്ട് ആളെയും കുത്താൻ. അല്ലാതെ ആറ്റത്തിൻ്റെ അകത്തുള്ള ഈ 3 ഊർജത്തെ പറ്റിയാണ് പറയുന്നത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പലവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് സാധാരണക്കാരനാണ് കഥരൂപത്തിൽ ഇങ്ങനെ എഴുതി വിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് വരുണനെ പറ്റിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.